അങ്ങനെ ആപ്പിളിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആയിട്ടുള്ള iOS 26.5.2 അപ്ഡേറ്റ് ഇത് റിലീസ് ചെയ്തത് ജൂൺ 30-നാണ്. ഇതിൽ ആദ്യം ഈ കഴിഞ്ഞ 15 ദിവസത്തെ എൻ്റെ ഈ ഒരു ഡിവൈസുമായിട്ടുള്ള എക്സ്പീരിയൻസ്, അതിനുശേഷം ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പല ആളുകളുടെയും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും മെസ്സേജ് ആയിട്ടും കമന്റ്സ് ആയിട്ടും തന്നിട്ടുള്ള നിങ്ങളുടെ എക്സ്പീരിയൻസ്, അതിൽ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുള്ള ക്യാമറ, ബാറ്ററി, ഹെൽത്ത് ഡ്രോപ്പ് ആവുന്നു, ബാറ്ററി ഡ്രെയിനിങ്, ഇത് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ആസ് യൂഷ്വൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം എൻ്റെ എക്സ്പീരിയൻസ്. പെർഫോമൻസിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം ഒരു തവണ പോലും ഡിവൈസ് സ്റ്റട്ടറായതോ സ്റ്റക്കായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. ആകെ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം ഇഷ്യൂ എവിടെയാണെന്ന് വെച്ചാൽ, ഡിവൈസ് ഫുൾ സ്റ്റോറേജ് ആയ സമയത്ത് എൻ്റെ ഡിവൈസ് 256 GB സ്റ്റോറേജ് ഉള്ള ഒരു ഡിവൈസാണ്. അതിലിപ്പം ഏകദേശം 256 GB നിറഞ്ഞിരിക്കുകയാണ്. സോ ഇങ്ങനെ ഫുൾ ആവുന്ന സമയത്ത് ഡിവൈസ് ലാഗ് ആവും. കാരണം പെർഫോമൻസിനെ ഇത് ബാധിക്കും. OSന് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ക്യാഷോ ഫയൽസോ ഒന്നും സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് ഡിവൈസിൽ ഇല്ലാതെ വരുമ്പം ഡിവൈസ് മൊത്തത്തിൽ ഹാങ് ആകും, ലാഗ് ആവും. നമ്മൾ ലോ പവർ മോഡിലിട്ട് ഫോൺ യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന എഫക്റ്റ് ആണ് സ്റ്റോറേജ് ഫുൾ ആയി കഴിയുമ്പോൾ ഉള്ള യൂസേജിൽ ഉണ്ടാകുന്നത്. അത് ഒഴിച്ചു നിർത്തിയാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ യാതൊരു മോശവും പറയാനില്ല. പക്ക നല്ല ഡീസെന്റ് പെർഫോമൻസ് ആണ് ഈ ഒരു അപ്ഡേറ്റ് ഡിവൈസുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. 2, ബാറ്ററി. ആദ്യത്തെ ആ ഒരു ഫസ്റ്റ് വീക്ക് എനിക്ക് അത്യാവശ്യം നല്ല ബാറ്ററി ഡ്രെയിനിങ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാൻ. ബാറ്ററി ഹെൽത്തിലേക്ക് നോക്കുവാണെങ്കിൽ 94% ആണ് സ്റ്റിൽ. കഴിഞ്ഞ 2 വീഡിയോസ് എടുത്ത് നോക്കുവാണെങ്കിൽ 26.5.2 എന്ന് പറയുന്ന അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുന്നേ എനിക്ക് 97% ആയിരുന്നു. അതിൽ നിന്ന് സഡൻ ഡ്രോപ്പ് ആയിരുന്നു 94ലേക്ക്. ഈ സഡൻ ഡ്രോപ്പ് എന്നുള്ളത് ഒരു ദിവസം കൊണ്ടുണ്ടായ മാറ്റമല്ല. ഇത് ആക്ച്വലി കഴിഞ്ഞ 9 മാസമായിട്ട് ഉപയോഗിക്കുന്ന ഫോണാണ്. വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾക്ക് സൈക്കിൾ കൗണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 276 സൈക്കിൾ കൗണ്ട് ആണ്. സോ അങ്ങനെ നോക്കുമ്പം വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ഞാൻ ചാർജ് ചെയ്യുന്ന ഒരു ഡിവൈസാണ്. റഫായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു 9 മന്ത് കൊണ്ട് ബാറ്ററി ഹെൽത്ത് ഈ ഒരു 94%ലേക്ക് ഡ്രോപ്പ് ആകുന്നത് നോർമലാണ്. പക്ഷേ ഇത് സർട്ടൺ ഇന്റർവെൽസിലാണ് നടക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7.5 മാസവും ഈ ഫോൺ ഉപയോഗിച്ചപ്പം ബാറ്ററി ഹെൽത്ത് എന്ന് പറയുന്നത് 100% ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 1.5 മാസം ടൈമിലാണ് ഇത് 97ലേക്ക് ആദ്യം വന്നു, അതിനുശേഷം 94ലേക്ക് വന്നു. ഈ ഒരു ഡ്രോപ്പ് ഉണ്ടായിരിക്കുന്നത് ഇത് നോർമലാണ്. ചില യൂസേഴ്സിന് ആദ്യം തന്നെ ഉപയോഗിച്ച് തുടങ്ങി ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ ചിലപ്പോൾ ഡ്രോപ്പ് കാണിച്ചേക്കാം. ചില യൂസേഴ്സിൽ ഇങ്ങനെ ഒരു 7-8 മാസത്തിന് ശേഷമായിരിക്കും ഒരു സഡൻ ഡ്രോപ്പ് ഉണ്ടാകുന്നത്. ഇത് വളരെ നോർമലാണ്. ഇനി ബാറ്ററി സ്റ്റാറ്റ്സിലേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ 10 ദിവസത്തെ ഡേറ്റ ഇവിടെ കൊടുത്തിട്ടുണ്ട്. തുടക്ക സമയത്ത് അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയ സമയത്ത് അത്യാവശ്യം ബാറ്ററി ട്രെയിനിങ് എനിക്ക് ഉണ്ടായിരുന്നു. ഒരു ദിവസം 2 തവണയൊക്കെ ചാർജ് ചെയ്യേണ്ട അവസരങ്ങൾ വന്നിട്ടുണ്ട്. വയർലെസ് ചാർജിങ് ഒക്കെ മടുപ്പായിരുന്നു. വയർലെസ് ചാർജ് ചെയ്താലും പെട്ടെന്ന് തന്നെ ബാറ്ററി ഡ്രെയിൻ ആയി പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ ഇതിന് ശേഷം ഈ ഒരു 1-1.5 ആഴ്ചയ്ക്ക് ശേഷം ബാറ്ററി പതുക്കെ പെർഫോമൻസ് ഒപ്റ്റിമൈസ് ആയി വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ രാവിലെ 8:45 ചാർജ് ചെയ്തത് 77% ഇപ്പം 56% സോ എൻ്റെ എക്സ്പീരിയൻസിൽ ഓവറോൾ പെർഫോമൻസും ബാറ്ററി തുടക്ക സമയത്തിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെന്റ്സ് ഇപ്പം ലഭിക്കുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലായാലും പെർഫോമൻസ് ഓവറോൾ പക്ക നല്ല ഡീസെന്റ് പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു അപ്ഡേറ്റ് കാഴ്ചവെക്കുന്നത്. ഇനി യൂസേഴ്സ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഫീഡ്ബാക്കിലേക്ക് നിങ്ങളുടെ ഇഷ്യൂസ്, അതിനുള്ള സൊല്യൂഷൻസുമാണ് ഇനി ഞാൻ പറയുന്നത്. ഒന്നാമത്തെ കാര്യം ബാറ്ററി ഹെൽത്തും ബാറ്ററി ഡ്രെയിനിങ്ങുമാണ്. കഴിഞ്ഞ ലാസ്റ്റ് യൂട്യൂബ് വീഡിയോയുടെ കമന്റ്സിൽ കൂടുതലും റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന 2 കാര്യങ്ങൾ. ഒന്ന് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ്, പിന്നെ ബാറ്ററി ഡ്രെയിനിങ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പല അപ്ഡേറ്റുകളും ചെയ്ത് കഴിഞ്ഞ ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 4-5 ദിവസത്തേക്ക് നമുക്ക് മോശമായിട്ടുള്ള, യൂഷ്വലി ലഭിക്കുന്നേക്കാൾ മോശമായിട്ടുള്ള ഒരു ബാറ്ററി പെർഫോമൻസ് ആയിരിക്കും ലഭിക്കാനുള്ള ചാൻസ്. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഇൻഡെക്സിങ് എന്ന് പറയുന്ന പ്രോസസ് ഒക്കെ നടക്കുന്നുണ്ട്. ഈ ഇൻഡെക്സിങ് വർക്ക് ആകുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഇൻഡെക്സിങ്ങിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും, അപ്ഡേറ്റ് വന്നതുകൊണ്ട് ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകുന്നതല്ല. അത് പ്രോപ്പർ ആയിട്ടുള്ള കാലിബ്രേഷനിലൂടെ ബാറ്ററി ഹെൽത്തിനെ കൃത്യമായിട്ട് കാണിക്കുന്നതാണ്. സോ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകും എന്ന് കരുതി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതിരിക്കുന്നതിൽ കാര്യമൊന്നുമില്ല. നിങ്ങൾ ഫോൺ യൂസ് ചെയ്ത് തുടങ്ങുന്ന സമയം മുതലേ, എപ്പോഴാണോ യൂസ് ചെയ്ത് തുടങ്ങുന്നത് ആ ടൈം മുതലേ ബാറ്ററി ഹെൽത്ത് ഡ്രോപ്പ് ആകാൻ തുടങ്ങുന്നതാണ്. സോ ഈ ഡീഗ്രഡേഷൻ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. എങ്ങനെ നോക്കിയാലും ഒരു ഐഫോണിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാറ്ററിയുടെ പ്രോപ്പർ ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 2.5 years മുതൽ 3 years വരെയാണ്. ആ ടൈമിനുള്ളിൽ നമ്മൾ എന്തായാലും ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ നമ്മളുടെ പല ആളുകളുടെയും യൂസേജ് പലതാണ്. അതുകൊണ്ട് തന്നെ യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് ആ ബാറ്ററി റീപ്ലേസ് ചെയ്യുന്നതിന്റെ ടൈമും വേരി ചെയ്തേക്കാം. എങ്ങനെയാണെങ്കിലും 2 വർഷം 2.5 വർഷം എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. ആ ടൈം ഫ്രെയിമിനുള്ളിൽ തീർച്ചയായിട്ടും യൂസേജ് അനുസരിച്ച് ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ട അവസരം ഉണ്ടാകും. ആൻഡ് അവസാനമായിട്ട് ഞാൻ ഒരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഫോൺ വാങ്ങിയേക്കുന്നത് ബാറ്ററി ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനല്ല, നമ്മളുടെ യൂസേജിന് വേണ്ടിയാണ്. മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. എങ്ങനെയൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഫോൺ ഉപകാരപ്പെടുമോ ആ രീതികളിലെല്ലാം നിങ്ങൾ ഈ ഫോണിനെ പ്രയോജനപ്പെടുത്തുക. കാരണം 1000-ങ്ങളും ലക്ഷങ്ങളും കൊടുത്ത് വാങ്ങുന്ന ഫോൺ നമ്മൾ ബാറ്ററി ഹെൽത്ത് കുറയും എന്ന് കരുതി യൂസ് ചെയ്യാതെ ഇരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. സോ മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. അതിനുള്ള നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വീഡിയോസാണ് നമ്മളുടെ ചാനൽ ചെയ്യുന്നത്. സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.
സോ ഇന്ന് തന്നെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ബാറ്ററി ഡ്രെയിനിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വരും. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇൻഡെക്സിങ് ആസ് യൂഷ്വൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഒരു 1 വീക്ക് നിങ്ങൾ ടൈം കൊടുക്കുക. എന്നിട്ടും ബാറ്ററി ഡ്രെയിനിങ് സംഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സെറ്റിംഗ്സിൽ പോവുക, താഴെ പോയി റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് ഓപ്ഷനിൽ പോയിട്ട് റീസെറ്റ് ഓൾ സെറ്റിംഗ്സ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ചെയ്യുക. ഇത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിലെ ഡേറ്റയോ ഫോണിലെ ഫോട്ടോസോ സിമ്മോ സിമ്മോ ഒന്നും നഷ്ടപ്പെടത്തില്ല. അത് സെറ്റിംഗ്സ് മാത്രം റീസെറ്റ് ആകും എന്നതേ ഉള്ളൂ. അതിനുശേഷം ഒരു 2 to 4 ഡേയ്സ് നിങ്ങൾ ടൈം കൊടുക്കുക. പതുക്കെ ബാറ്ററിയുടെ ഫുൾ പ്രോസസ്സും റീകാലിബ്രേറ്റ് ചെയ്ത് ആ ഒരു പഴയ പെർഫോമൻസിലേക്ക് വരുന്നത് നമുക്ക് പതുക്കെ കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ പോകുന്ന ആക്ടിവിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും അനാവശ്യമായിട്ടുള്ള സെറ്റിംഗ്സ്, ഫോർ എക്സാമ്പിൾ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓപ്ഷനിൽ നമുക്ക് നിരവധി ഓപ്ഷൻസ്, അൺവാണ്ടഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ അതിനെപ്പറ്റി അറിയാൻ വേണ്ടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ബാറ്ററി സേവിങ് ടിപ്സിനെ പറ്റിയുള്ള വീഡിയോ നമ്മുടെ താഴെ ഈ വീഡിയോയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൽ പോയിട്ട് ആവശ്യമുള്ള സെറ്റിംഗ്സ്, ആവശ്യമില്ലാത്ത സെറ്റിംഗ്സും ഡിസേബിൾ ചെയ്ത് കീപ്പ് ചെയ്യുക. അങ്ങനെ നമുക്ക് ബാറ്ററി സേവ് ചെയ്യാവുന്നതാണ്. ഇനി ബാറ്ററിക്ക് നല്ല രീതിയിലുള്ള ട്രെയിനിങ് ഉണ്ട്. റീസെറ്റ് ഔട്ട് സെറ്റിംഗ്സ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഫോൺ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക. ഈ റീസ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇപ്പം ഈ ടൈപ്പ് ചെയ്യുമ്പം കീബോർഡ് സജഷൻസ് ഒക്കെ മേളിലാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ ബഗ്ഗുകൾ, ഫോർ എക്സാമ്പിൾ ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് ഫോട്ടോ എടുക്കാൻ സാധിക്കുന്നില്ല, അതിലെന്തെങ്കിലും നോയിസ് കാര്യങ്ങളൊക്കെ വരുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ലേ ഔട്ട് കാണിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള ബഗ്ഗുകൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ, ഫോണിൻ്റെ പെർഫോമൻസിനും എന്തെങ്കിലും തരത്തിലുള്ള ബഗ്ഗുകൾ നിങ്ങൾക്ക് ഫേസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു റീസ്റ്റാർട്ടിലൂടെ ഫോൺ ഇങ്ങനെ റീസ്റ്റാർട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പ്രോബ്ലംസ് പരിഹരിക്കാൻ സാധിക്കും. പിന്നെ കൂടുതൽ യൂസേഴ്സും മെൻഷൻ ചെയ്തേക്കുന്ന ഒരു കാര്യമാണ് സ്ക്രീൻ ഫ്ലിക്കറിങ്. അത് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ യൂസേഴ്സ് വന്നിട്ടുള്ള ഫീഡ്ബാക്കിൽ മനസ്സിലാക്കാൻ സാധിച്ചത്, കോൾ ചെയ്യുന്ന സമയത്താണ്. നമ്മൾ കോൾ ചെയ്ത് ഒരാളെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെവിയിലേക്ക് വെച്ചിട്ട് ചെവിയിൽ നിന്ന് ഫോൺ എടുക്കുന്ന സമയത്ത് വളരെ ബ്രൈറ്റർ ആയിട്ടുള്ള രീതിയിൽ സ്ക്രീൻ ഇരിക്കുന്നതും പെട്ടെന്ന് ഡിമ്മാണെന്ന് കാണാൻ സാധിക്കും. അതൊരു ബഗ്ഗാണ്, സോഫ്റ്റ്വെയറിൻ്റെ ബഗ്ഗാണ്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പ്രോക്സിമിറ്റി സെൻസർ നമ്മൾ ക്ലോസ് ആയിരിക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും നമ്മൾ ആ ചെവിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് പെട്ടെന്ന് കൂടുകയും ചെയ്യുന്ന ഒരു ബഗ്ഗാകാം. ഇനി ഇതൊഴികെ മറ്റെവിടെയെങ്കിലും നിങ്ങൾ വീഡിയോസ് കാണുന്ന സമയത്തോ അല്ലെങ്കിൽ ഫോൺ വെറുതെ ഇരിക്കുന്ന സമയത്തോ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മേ ബി അത് ഡിസ്പ്ലേ ഇഷ്യൂ ആകാനുള്ള ചാൻസസ് ഉണ്ട്. സോ സ്ക്രീൻ ഫ്ലിക്കറിങ് സംബന്ധിച്ച് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. 2, ഡിസ്പ്ലേ ഇഷ്യൂ. ഞാൻ കമന്റ്സിൽ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ്, പല iPhone 13 യൂസേഴ്സ് അപ്ഡേറ്റ് ചെയ്തു ഡിസ്പ്ലേ അടിച്ചു പോയി എന്ന് പറയുന്നത്. ഞാൻ പണ്ടും പറയുന്ന ഒരു കാര്യമാണ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ ഇഷ്യൂ അല്ല ഡിസ്പ്ലേ അടിച്ചു പോകുന്നത്. ഇതൊരു ബാച്ച് ഓഫ് iPhone 13ലും 14 സീരീസിലും അതിൻ്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ടാണ് ഈ ഡിസ്പ്ലേ ഗ്രീൻ സ്ക്രീനിലേക്ക് പോകുന്നത്. അതും വളരെ സ്പെസിഫിക് ബാച്ചിലുള്ള പ്രൊഡക്ഷനിലുള്ള ഡിവൈസുകൾക്ക് മാത്രമാണ് ഡിവൈസ് ഡിസ്പ്ലേ കംപ്ലൈൻ്റ് ആണ് ഇഷ്യൂസ് കാണിച്ചിട്ടുള്ളത്. ഇത് ആപ്പിൾ ഫ്രീ ആയിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും ഫ്രീ റീപ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 1, 2, 3 തവണയൊക്കെ റീപ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് പരിഹരിക്കാം, ആപ്പിളിന്റെ ശ്രദ്ധയിൽ ഇത് എങ്ങനെ കൊണ്ടുവരാം, എങ്ങനെ നമുക്ക് ഫ്രീ റീപ്ലേസ്മെന്റ് ലഭിക്കാം എന്നുള്ളതിനെ പറ്റിയും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ക്യാമറ ആപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ക്യാമറ ആപ്പിന് എനിക്ക് ഈ അപ്ഡേറ്റിന് ശേഷം അങ്ങനെ കൂടുതൽ അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഇഷ്യൂസോ ബഗ്ഗുകളോ ഒന്നും യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്തതായിട്ട് കാണാൻ സാധിച്ചില്ല. ഒന്നൊഴിച്ചാൽ, അതായത് നമ്മൾ സൂം ചെയ്യുന്ന സമയത്ത്, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പം ഈ ഫോട്ടോസ് മോഡിൽ നിന്ന് നമ്മൾ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാൻ സാധിക്കും. സോ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ 1x നിന്ന് 4xലേക്കോ 3xലേക്കോ 8xലേക്കോ ഒക്കെ സ്വിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ സൂമിങ് ഒരു ക്വാളിറ്റി ഇല്ലാതെ ഒരു ഡിജിറ്റൽ സൂമിങ് പോലെ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. സെറ്റിംഗ്സിൽ പോയിട്ട് ക്യാമറ ഓപ്ഷനിൽ പോയിട്ട് ഈ വീഡിയോ റെക്കോർഡിംഗ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യാമറ ലോക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഈ ലോക്ക് ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസേബിൾ ചെയ്യുക. അതായത് ഓട്ടോമാറ്റിക്കലി വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ക്യാമറ ലെൻസ് സ്വിച്ച് ചെയ്യാതിരിക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇഷ്യൂ വരും. ഇത് ഒഴിച്ചു നിർത്തിയാൽ മറ്റ് ഇഷ്യൂസ് ഒന്നും തന്നെ ഈ ഒരു അപ്ഡേറ്റിന് ശേഷം യൂസേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇനി ഫോട്ടോ എടുത്തതിന് ശേഷം പ്രോസസ്സിംഗ് ഇഷ്യൂസോ അല്ലെങ്കിൽ അതിനകത്ത് ഇമേജ് ക്വാളിറ്റി കുറവാണെന്നോ നോയ്സ് കയറി വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോൺ റീസ്റ്റാർട്ട് ചെയ്താൽ നിസ്സാരമായിട്ട് നമുക്ക് ഈ ഒരു ബഗിനെ പരിഹരിക്കാൻ സാധിക്കും. പിന്നെ ആപ്സ് ക്രാഷ് ആണ് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സാപ്പ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഓപ്പൺ ആകുമ്പോൾ അത് ക്രാഷ് ആകുന്നു. ഓപ്പൺ ആകത്തില്ല, ഓപ്പൺ ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ക്രാഷ് ആയി എക്സിറ്റ് ആയി പോകുന്നു. സോ ഇങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 കാര്യം ചെയ്യുക. ഒന്ന്, ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് പരിഹരിക്കാം. 2, നിങ്ങളുടെ സ്റ്റോറേജ് ചെക്ക് ചെയ്യുക. സ്റ്റോറേജ് ഫുൾ ആണെന്നുണ്ടെങ്കിലും ഇതേ പ്രോബ്ലം ഉണ്ടാകും. അതായത് ഫോൺ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ചിലപ്പം ഓപ്പൺ ആയി നമുക്ക് ആക്സസ് ചെയ്യാനേ സാധിക്കില്ല, അല്ലെങ്കിൽ ക്രാഷ് ആയി പോകും. 3, നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്സിന് എന്തെങ്കിലും തരത്തിലുള്ള പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. വന്നിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷനും
പ്രോപ്പറായിട്ടുള്ള അപ്ഡേറ്റും നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഈ 3 രീതിയിൽ നമുക്കിത് പരിഹരിക്കാൻ സാധിക്കുന്നതാണ്. സോ ഓവറോൾ 26.5.2 ഒരു മികച്ച അപ്ഡേറ്റ് തന്നെയാണ്. ധൈര്യമായിട്ട് ചെയ്യാം. ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആൻഡ് ചെയ്തിട്ടുള്ളവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മൾ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മിലൻ. Catch you guys next one. Until then, peace.